ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മസാലയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചീസും ഒക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് പലതരം സ്നാക്കുകൾ ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു സ്നാക്സും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒട്ടും സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് ഞാനിപ്പോൾ കാണിക്കാം, പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ പൊടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതൊന്ന് ഉടച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇത്തിരി ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ്, എന്നിട്ട് അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി. അപ്പോൾ ചെറിയൊരു തക്കാളിയാണ്, അപ്പോൾ കുറഞ്ഞൊരളവിലല്ലേ ഞാൻ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി, മസാലക്കുള്ള കൂട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 2 സവോളയാണ്. 2 സവോള ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അരിഞ്ഞിട്ടാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് ചോപ്പറിലിട്ടിട്ട് ഒന്നിട്ട് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി നീളം പോലെ സവോള വേണ്ട, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല ആദ്യം ഉണ്ടാക്കാം. അപ്പം ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വഴറ്റിയെടുക്കാൻ ഒത്തിരി ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് ഈ ഒരു മസാല എണ്ണ ഇങ്ങനെ നിൽക്കരുത് കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി കളർ ചേഞ്ച് ആക്കി മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട. സവോള നന്നായിട്ട് വാഴണം കേട്ടോ. ഇതുപോലെ നല്ല കുഴഞ്ഞു വരണം സവോള. ആ സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് സവോള ഒക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തക്കാളിയാണ്, പിന്നെ ഒത്തിരി വലുപ്പത്തിലുമല്ല ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ സവോളയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടഞ്ഞ് ചേരണം കേട്ടോ. ആ രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് കുഴഞ്ഞ പോലെ വരും. അപ്പോൾ ആ സമയം നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്ക് പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും ഈ ഒരു മസാല എല്ലാം കൂടെ നന്നായിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് യോജിച്ച് വരണം. ആ രീതിയിൽ വേണം കേട്ടോ. അത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം അതിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല, താല്പര്യമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാൽ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ ഒന്ന് കുറച്ചാൽ മതി. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഈ ഒരു മസാലയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ.
പിന്നെ ഞാനിതിൽ ചീസിൻ്റെ ഒരു സ്ലൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ട് 2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചീസ് നമ്മുടെ ഈ ഒരു മസാലയിൽ എല്ലാ മസാലയിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾ രാവിലെയൊക്കെ പണിയുടെ ഇടയിൽ നമ്മൾ രാവിലെയൊക്കെ ഇത് മസാല ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. മസാല നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഉണ്ടാക്കി വെക്കാം, ചൂടില്ലാണ്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാൻ 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ മസാല ബാലൻസ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബ്രെഡ് എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് കുറച്ച് ക്രംസ് വേണം. അപ്പം ഞാൻ റസ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. റസ്ക് പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ഇതുപോലെ ഇത്തിരി മാവ് വേണം. അപ്പോൾ ഇത് മൈദയാണ്. മൈദയിൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ കലക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ മതി ഇതിൻ്റെ ലൂസ് കേട്ടോ. ഒത്തിരി കട്ടിയിൽ ചെയ്യരുത്. കണ്ട ഇത്രയും ലൂസിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മൈദ ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കിയെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മസാലയൊക്കെ കണ്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സമയം മുന്നേ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരത്തെ നമ്മൾ പണി തുടങ്ങിയ ആ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൽ നമുക്ക് മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മസാല വെക്കണം. പിന്നെ ഞാൻ ഒത്തിരി അങ്ങോട്ട് കനത്തിൽ ഞാൻ മസാല വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിറയെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കതിൻ്റെ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ അരികൊക്കെ കണ്ട ഇതുപോലെ ഒന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പുറത്തേക്കൊക്കെ നിൽക്കുന്നതോ ഒക്കെ ഉണ്ടെച്ചെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റു ചില വേണമെങ്കിൽ സെൻട്രൽ കൂടെ നമ്മൾ 2 പീസാക്കുമല്ലോ, ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് 2 ഭാഗത്തോ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ ജസ്റ്റ് ഒന്നിട്ട് മുക്കിയെടുക്കുക. ബ്രെഡാണ്, കുറേ ടൈം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പോകരുത് കേട്ടോ. മസാലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് പോരാനുള്ള രീതിയിലും ബ്രെഡ് പൊട്ടിപ്പോകുന്ന രീതിയിലൊന്നും ആ മാവിലിട്ടിട്ട് ചെയ്യരുത്. അതിനുശേഷം നമുക്ക് അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ റസ്കിൻ്റെ ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റസ്ക് ഉണ്ടായിരുന്നപ്പോൾ അത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ ഇതുപോലെ കോട്ടിങ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ 4 സൈഡ് ഉണ്ടാവില്ല, 3 സൈഡും നമുക്ക് ഇതുപോലെ ആ ഒരു പൊടിയിൽ മുക്കിയെടുക്കണം കേട്ടോ. കണ്ടോ അതുപോലെ നമുക്ക് താഴെ മേലെ മാത്രമല്ല സൈഡുകളും ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡ് നമ്മൾ 2 ബ്രെഡ് വെച്ചിട്ട് സെറ്റാക്കി വരുമ്പോൾ അത് 2 സ്നാക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടാട്ടോ കിട്ടുന്നത്. മസാല ഒന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊന്നും അല്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ആ 2 സൈഡും നമ്മൾ ആ കത്തി വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതും മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. കണ്ടോ അപ്പോൾ മുഴുവനായിട്ടും ഞാനൊന്ന് കോട്ട് ചെയ്യട്ടെ കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു മസാലയ്ക്ക് 2 സെറ്റിനുള്ള മസാലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2 സെറ്റ് ബ്രെഡും കൂടി അങ്ങനെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട അപ്പം നമ്മൾ മുഴുവനായിട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറേ ടൈം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ.
അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലിതാ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ. നല്ലോണം ചൂടായ ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കിതിൽ ഇനി വേവാനൊന്നുമില്ല, നമുക്ക് ഈ ബ്രെഡ് മാത്രം ഒന്ന് ആയാൽ മതി. അത് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ബ്രെഡ് ആയിട്ടും കിട്ടും. അപ്പോൾ അതാ ഇട്ട് കൊടുക്കുക. പിന്നെ മുകൾ ഭാഗത്ത് ഇത്തിരി എണ്ണ ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ വല്ലാണ്ട് കുടിക്കൂല അങ്ങനെ ആകുമ്പോൾ കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗം ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി സമയം നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഒരു ഭാഗം ആകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്തും ഒക്കെ ഒരു സ്പൂണും കൂടെ കൂട്ടിയിട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് മറിച്ചിടാനൊക്കെ ആയിട്ടിട്ട്. കാരണം അതിൻ്റെ ഇത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാകമായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറിയൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ അത് സ്ഥലം ഇല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പം നമുക്ക് ഇട്ട ബ്രെഡൊന്നും നേരായിട്ട് കിട്ടൂല നമുക്ക് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും ഞാൻ ഒരു ഭാഗം ആയ സമയത്ത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അതും ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരുക. അപ്പോൾ അതിനെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബ്രെഡും ചീസൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ മസാല കേട്ടോ. നമ്മൾ ആ ചീസിൻ്റെ ഒരു ഇത് ചേരുമ്പോൾ തന്നെ നമ്മുടെ മസാലയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ട നമ്മുടെ ബ്രെഡ് ഇതാ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗം കണ്ടിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്, ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.